ഞാൻ അതിന്റെ കമന്റ് ബോക്സ് നോക്കിയപ്പോഴും എന്തിനാടാ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കെട്ടിപ്പിടിച്ചെന്ന് ചോദിച്ചു. പിന്നെ എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രദേശം മുഴുവൻ എന്താ രാമേന്ദ്ര പ്രശ്നം? പണം കൊടുത്ത് വിജയിക്കാനാകില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന പാലക്കാടുകാർ തെളിയിച്ച ഒരു വിജയമായിരുന്നു ഈ വിജയം. 100% ഞാൻ യോജിക്കുന്നു. ജനങ്ങൾ നമുക്ക് തരുന്നത് അധികാരമല്ല, ഉത്തരവാദിത്വമാണെന്നുള്ള വലിയ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഈ വർഗീയത എന്ന് പറയുന്ന വാക്ക്, ഇപ്പൊ വർഗീയതയെ ചെറുക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുന്നു പറയുമ്പോഴും ഈ വർഗീയത എന്ന് പറയുന്ന വാക്ക് പലപ്പോഴും മതവുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വാക്കല്ല. അതിന് രാഷ്ട്രീയ വർഗീയത എന്ന് പറയുന്ന ഒരു സ്ഥലം ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അത് മറ്റെല്ലാവരും എതിർക്കപ്പെടേണ്ടതാണെന്നും മറ്റെല്ലാം ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതാണെന്നും മറ്റാരും ശരിയല്ലെന്നും നമ്മൾ മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നതും ഒരു വർഗീയത തന്നെയാണ്. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? തട്ടുകടയിലെ പ്രണയലീല. ഓ ഗുഡ്. ഞാൻ തന്നെ ആദ്യം കണ്ടപ്പോ അയ്യോ ഇത് കൊള്ളൂലല്ലോ എന്ന് വിചാരിച്ചതായിരുന്നു. ഈ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് പറയുന്ന ഇവരുടെ ഒരു ക്യാപ്ഷൻ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. മറ്റാരെയും ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം. പാലക്കാട് ജില്ലയിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ എൻ്റെ എതിർ സ്ഥാനാർത്ഥിയെ കണ്ടപ്പോൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ഒരു UDF കാരൻ എന്നോട് നിങ്ങൾ എന്തിനാ എതിർ സ്ഥാനാർത്ഥിയെ കെട്ടിപ്പിടിച്ചെന്ന് ചോദിച്ചില്ല. ഞാൻ അതിന്റെ കമന്റ് ബോക്സ് നോക്കിയപ്പോഴും എന്തിനാടാ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കെട്ടിപ്പിടിച്ചെന്ന് ചോദിച്ചു. പിന്നെ എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രദേശം മുഴുവൻ. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടും. ഞാൻ ഇതെന്താ ഇവരെങ്ങനെ വിളിക്കുന്നതെന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട ജനീഷിന് ചോറ് കൊടുത്തതിന്റെ പേരിൽ ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അപ്പൊ ഇപ്പോഴും ഇൻക്ലൂസീവായി ചിന്തിക്കുക എന്ന് പറയുന്നത് ഇവരെ പറ്റി ഇവർക്ക് സാധിക്കുന്നില്ല. അതെന്താണെന്ന് എനിക്ക് അറിയില്ല. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഇൻക്ലൂസീവായി ചിന്തിക്കാൻ ഇന്ത്യയെ പഠിപ്പിച്ച ഒരു പാർട്ടിയുടെ പ്രതിനിധിയായി നിൽക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. 200 വർഷം ബ്രിട്ടീഷ് ഭരിച്ച ഇന്ത്യ കോൺഗ്രസിനും 54 വർഷം കോൺഗ്രസ് ഭരിച്ച ഇന്ത്യ BJPക്കും കിട്ടിയതുകൊണ്ടാണ് ഇപ്പൊ ഈ 10 കൊല്ലത്തിന് മുമ്പ് എന്താണ് ഇവരുണ്ടാക്കിയതെന്നുള്ള ഒരു ചോദ്യം എപ്പോഴും കാണാൻ സാധിക്കുന്നത്. ഒരു പൗരനെന്ന നിലയിൽ എന്റെ പൗരബോധത്തിന്റെ ഭാഗമായി ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നത് ഏറ്റവും അനിവാര്യമായ കാര്യമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഈ ബജറ്റ് ലോകമെങ്കും വിളങ്ങിയിടാൻ ധനകാര്യമന്ത്രി തന്നെ എന്ന് പറയുന്ന ഒരു പാട്ടിനൊക്കെ സ്കോപ്പുണ്ട്. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. എന്റെ ജീവിതത്തിൽ ഇത്ര ഞാൻ ചിരിച്ചിട്ടില്ല. തിങ്ക് ടാങ്ക്, ജെൻസി പോലെയുള്ള ഒരുപാട് വാക്കുകൾ, മുൻപ് ബജറ്റുകളിൽ കേട്ടിട്ടില്ലാത്ത വാക്കുകൾ കേട്ട ഒരു ബജറ്റ് ആകുക കൊണ്ട് തന്നെ ഇത് കാലത്തിനൊപ്പം നിൽക്കുകയും കാലത്തിന് മുന്നേ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ബജറ്റാണ്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളായിരുന്നു. ഞാൻ പോകുന്നു. ബൈ ബൈ.